ഹലോ നമസ്കാരം, ഐ എം രതീഷ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഐറ്റം കപ്പയും ലിവറുമാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വിട്ടാലോ. കപ്പയും ലിവറും ഉണ്ടാക്കാനായിട്ട് 1 കിലോ കപ്പ നന്നായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ½ kg ലിവർ, ചിക്കൻ ലിവറാണ്, നന്നായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ഉണ്ട്. പിന്നെ പച്ചമുളക് 2 പീസുണ്ട്. കുറച്ച് കറിവേപ്പില. നമുക്ക് ആദ്യം കപ്പ സെപ്പറേറ്റ് വേവിച്ചെടുക്കാം, അതുപോലെ ലിവറും സെപ്പറേറ്റ് വേവിച്ചെടുക്കാം. കപ്പ വേവിക്കാൻ വെച്ചിട്ടുള്ള ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതിൻ്റെ വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ലിവർ വേവിച്ചെടുക്കാം. ലിവർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഉപ്പ്, നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ലിവർ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി എടുത്ത് മാറ്റാം. അപ്പോൾ കപ്പ നന്നായി വേവിച്ച് വെച്ചിട്ടുള്ളത്, ലിവറും നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനായി കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ബേ ലീവ്സ് കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 1/2 സ്പൂൺ, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഗരം മസാല ഒരു 1/4 സ്പൂൺ, മീറ്റ് മസാല ഒരു 1/4 സ്പൂൺ, ഉപ്പ് 1/2 സ്പൂൺ. മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ലിവർ ചേർക്കാം. നന്നായി മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കപ്പ ചേർക്കാം. കപ്പയെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും ലിവറും റെഡി ആയിട്ടുണ്ട്.
ഇതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഗാർണിഷ്, കുറച്ച് ചെറുള്ളി ഉള്ളോടിടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.